കഴിഞ്ഞ 35 വർഷക്കാലത്തെ ഇൻഷുറൻസ് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്ന നിലയിൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു അഡ്വൈസർ എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വ്യക്തിക്ക് അനുയോജ്യമായ പ്ലാൻ ഏതെന്ന് അവർക്ക് കൃത്യമായും വ്യക്തമായും പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഒരു കസ്റ്റമർക്ക് പ്ലാൻ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ പ്രോപ്പർ ഇൻഷുറൻസ് നൽകുവാനും മുടങ്ങാതെ അടച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രീമിയം ആയിരിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കസ്റ്റമർക്ക് താങ്ങാനാകാത്ത വലിയൊരു പ്രീമിയമാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകുവാനും അവർക്ക് ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകാനും പിന്നീട് ഒരു ഇൻഷുറൻസ് എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഓരോ വ്യക്തിയുടെ ജീവിത നിലവാരവും അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെയും ആശുപത്രിയുടെയും നിലവാരം അനുസരിച്ച് അനുയോജ്യമായ ഒരു സം ഇൻഷ്യൂർഡ് നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് നൽകണം. നമുക്ക് തൊഴിൽ നൽകിയതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വരുമാനം നൽകുന്നതുമെല്ലാം കമ്പനിയാണെന്നതിനാൽ ആ കമ്പനിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക. പോളിസി ഹോൾഡർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള എല്ലാ അസുഖങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ആ പ്രപ്പോസൽ ഫോമിൽ രേഖപ്പെടുത്തി അതിനുശേഷം കമ്പനി അനുവദിക്കുന്ന ഒരു പ്ലാൻ മാത്രമേ നമ്മൾ ആ കസ്റ്റമർക്ക് നൽകാൻ പാടുള്ളൂ. പോളിസി എടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അസുഖങ്ങളുടെയും അപകടങ്ങളുടെയും ശസ്ത്രക്രിയയുടെയും മറ്റും വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് പ്രപ്പോസൽ ഫോമിൽ രേഖപ്പെടുത്തി മാത്രമേ പോളിസി നൽകാൻ പാടുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഒരു രോഗവിവരം ചോദിച്ച് മനസ്സിലാക്കാതിരിക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നത് നമുക്ക് തൊഴിൽ തന്ന കമ്പനിയെയും നമ്മൾ ഇന്നത്തെ പോളിസി എടുക്കുന്ന വ്യക്തിയെയും പറ്റിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം അഡ്വൈസേഴ്സിന് ജോലിയും പദവിയും പണവും സൽപ്പേരും എല്ലാം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അവർ ക്രമേണ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. ഒരു അഡ്വൈസറായ നമ്മൾ ഒരു പരിധിവരെ ഒരു അഡ്വക്കേറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ കസ്റ്റമറാണ് നിങ്ങളുടെ ക്ലയന്റ് എങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുവാനും അവർക്ക് എന്ത് ആവശ്യം വന്നാലും അത് നേടിക്കൊടുക്കുവാനും ബാധ്യസ്ഥനാണ് ഞാനെന്ന ബോധം നമുക്കുണ്ടാവണം. നിങ്ങളുടെ ഒരു പോളിസി ഹോൾഡർക്ക് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം അവർക്ക് ലഭിക്കുന്നത് വരെ ആശുപത്രിയിൽ നിന്നും കമ്പനിയിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ടതായ എല്ലാ സർവീസും കൃത്യമായി നേടിക്കൊടുക്കുവാൻ ഒപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം ഒരു ശരിയായ അഡ്വൈസർ. ഒരു പ്രപ്പോസൽ നമ്മൾ കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രപ്പോസൽ പോളിസിയായി കൺവേർട്ട് ചെയ്യുന്നത് വരെ എല്ലാ പ്രോസസ്സിലും ഒരു അഡ്വൈസർ കമ്പനിയോടൊപ്പം തന്നെ നിൽക്കണം. എന്നാൽ ഒരു പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും കസ്റ്റമറിന്റെ ആളായിട്ട് വേണം ഒരു അഡ്വൈസർ നിൽക്കേണ്ടത്. ഒരു കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള ഓതറൈസ്ഡ് ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ഒരു അഡ്വൈസർ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും കൃത്യതയും ഉണ്ടായിരിക്കണം. അതായത് അഡ്വൈസർ പറയുന്ന ഓരോ വാക്കുകളും കമ്പനി പറയുന്നതിന് തുല്യമാണ്. ഒരു പ്രൊഫഷണൽ അഡ്വൈസറായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.